मैं परमेश्वर का धन्यवाद करता हूँ। നമുക്ക് പ്രാർത്ഥനയോടെ ദൈവമായിരിക്കാം. हम प्रार्थना के साथ परमेश्वर सम्मुख बैठेंगे। പരിശുദ്ധാത്മാവ് നൽകിയ ഒരു ചിന്തയെ ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. पवित्र आत्मा ने दिया एक बहुत ही अच्छा संदेश हम आपके सामने रखना चाहेंगे। ദൈവത്തിന്റെ ആത്മാവിന്റെ പൂർണ്ണ നിറവിൽ നാം ഒരുമിച്ചായിരിക്കാം. हम पवित्र आत्मा के पूर्ण रीति से भरपूर होकर बैठेंगे। വളരെ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാമല്ലോ. अच्छा, एक प्रार्थना का एक वातावरण, हम वातावरण के साथ हम लोग बैठे रहेंगे। ദൈവം നമ്മളെ ഒരുമിച്ച് സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। ചിന്തയ്ക്കാധാരമായിട്ട് ദൈവാത്മാവ് നൽകിയ ഒരു ചിന്ത ഇതാണ്. ശമൂവേലിന്റെ 1-ാമത്തെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. आज के चिंतन के लिए एक अध्याय हम खोलेंगे, शमूएल उसका पहला अध्याय का 10वां वचन। വളരെ പ്രാവശ്യം അനേക വിശുദ്ധന്മാർ വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്ത വാക്യമാണല്ലോ 10-ാമത്തെ വാക്യം. अनेकों बार परमेश्वर के दासों ने इस आयत से परमेश्वर के वचन को सुना है। हम सब सुपरिचित हैं इस आयत से। ഈ വാക്യം ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാവിലെ നമ്മൾ സംസാരിക്കുന്ന വാക്യത്തിലൂടെ इस वचन के द्वारा परमेश्वर का आत्मा हमसे बातें करे। വളരെ പ്രാർത്ഥനയോടെ ഞങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്നു. बड़े ही प्रार्थना के साथ हम परमेश्वर मुझ बैठेंगे। ഇങ്ങനെ വായിക്കുന്നു, അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. ऐसा लिखा है कि वह मन में व्याकुल होकर यहोवा से प्रार्थना करने और बिलख बिलख कर रोने लगी। അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു. वह मन में व्याकुल होकर यहोवा से प्रार्थना करने और बिलख बिलख कर रोने लगी। ഈ വാക്യം വായിക്കാത്തവരായിട്ടോ ധ്യാനിക്കാത്തവരായിട്ടോ നമ്മുടെ മധ്യ ആരുമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. इस आयत को ना पढ़ा हुआ मैं विश्वास करता हूँ यहाँ कोई ना होगा। ഇസ്രായേലിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ച ഒരു വാക്യമാണ് 1-ാം അധ്യായം 10-ാം വാക്യം, നമ്മളിപ്പോൾ വായിച്ച വാക്യം. इजराइल की चरित्र को इतिहास को पलट देने वाला एक आयत है पहला शमूएल उसका पहला अध्याय का 10वां वचन। അവരുടെ ജീവിതത്തിൽ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ വലിയ ശക്തന്മാരെ വാർത്തെടുക്കുവാൻ, അല്ലെങ്കിൽ അവരുടെ ചരിത്രത്തിൽ അവരുടെ ജീവിതത്തിലെ ബലഹീനതകളെ മാറ്റി ഒരു ഉറപ്പുള്ള മേഖലയിലേക്ക് ഇസ്രായേൽ നടത്തിയ ഒരു പ്രാർത്ഥനയാണ് 1-ന്റെ 10-ാം വാക്യം. इजराइल के जो इतिहास में हम देखते हैं, इजराइल के किस्मत को, इजराइल के भविष्य को बदल देने वाला एक आयत है पहला शमूएल उसका 10वां वचन। പ്രാർത്ഥിച്ചത് ബലഹീന സ്ത്രീ ആയിരുന്നെങ്കിലും प्रार्थना किए वो एक कमजोर स्त्री होने के बावजूद പ്രാർത്ഥന കേട്ട ദൈവം അതിശക്തനായിരുന്നുകൊണ്ട്, प्रार्थना सुनने वाला अधिशक्तिशाली परमेश्वर होने के कारण പ്രാർത്ഥനയുടെ മറുപടി അതിശക്തമായി വെളിപ്പെട്ടു. प्रार्थना का उत्तर भी एक शक्तिशाली होने पाया। ഹന്ന ഒരു ബലഹീന സ്ത്രീ ആയിരുന്നു. हन्ना एक कमजोर स्त्री थी। വായിക്കുന്നു, എഫ്രൈം മലനാട്ടിലെ എൽക്കാന എന്നു പേരുള്ള ഒരു പുരുഷൻ. लिखा है कि इसमें ऐसे लिखा है, एफ्रेम के पहाड़ी देश का എൽക്കാന എന്നു പേരുള്ള ഒരു പുരുഷൻ. एल्काना नाम का एक पुरुष था। തനിക്ക് 2 ഭാര്യമാർ. उसकी 2 पत्नियां थी। ഒരു ഭാര്യയുടെ പേര് ഹന്ന, മറ്റേ ഭാര്യയുടെ പേര് പെനീന. एक पहली पत्नी का नाम था हन्ना और दूसरी का नाम था पेनिन्ना। ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും യാഗം കഴിക്കുകയും എല്ലാം ചെയ്ത ഭക്തനായ ഒരു മനുഷ്യനായ എൽക്കാനയുടെ 2 ഭാര്യമാർ, ഹന്നയും പെനീനയും. परमेश्वर के सम्मुख प्रार्थना के साथ बैठने वाला एक परमेश्वर का दास था एल्काना, उसकी 2 पत्नियां। അതിന്റെ 3-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ചു പോകുന്നു. അവൻ ഷീലോവിൽ സൈന്യങ്ങളുടെ യഹോവയെ നമസ്കരിപ്പാനും അവന് യാഗം കഴിപ്പാനും തന്റെ പട്ടണത്തിൽ നിന്ന് ആണ്ടുതോറും ഷീലോവിലേക്ക് പോക പതിവായിരുന്നു. उसके 3 वचन में पढ़ेंगे, वह पुरुष प्रतिवर्ष अपने नगर से सेनाओं के यहोवा को दंडवत करने और मेल बलि चढ़ाने के लिए शीलो में जाता था। ഷീലോവിൽ ഏലിയുടെ 2 പുത്രന്മാരായിരുന്ന ഹോഫ്നിയും ഫിനെഹാസും പുരോഹിതന്മാരായിട്ടുണ്ടായിരുന്നു. शीलो में एली के दोनों पुत्रों के नाम यहाँ दिया है, फिनेहास और होप्नी। 4-ാമത്തെ വാക്യം വായിക്കുന്നു, എൽക്കാന യാഗം കഴിക്കുമ്പോഴൊക്കെയും തന്റെ ഭാര്യയായ പെനീനയ്ക്കും അവളുടെ സകല പുത്രന്മാർക്കും ഓഹരി കൊടുക്കും. हम देखते हैं कि एल्काना, इसकी 4ठी आयत में, एल्काना जब भी मेल बलि चढ़ाता था तो वह अपनी पत्नी पेनिन्ना और उसके सब बेटों को दान दिया करता था।
താഴേക്ക് വായിക്കുന്നു, ഹന്നയ്ക്കോ അവൻ ഹന്നയെ സ്നേഹിക്കൊണ്ട് ഇരട്ടി ഓഹരി കൊടുക്കും. नीचे हम पढ़ते हैं कि हन्ना को जिस प्रीति रखता था वो उसका दुगना देता था। എന്നാൽ യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. इसके बावजूद यहोवा ने उसकी कोख को बंद रखा था। യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കുവാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. उसकी कोख को यहोवा ने बंद रखा था, इसके कारण उसे अत्यंत चिढ़ाकर कुड़ाती रहती थी। അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോന്നു. वो जब भी परमेश्वर के मंदिर में जाती थी वो कई बार ये सब बातें कर चुकी है। അവളെ മുഷിപ്പിച്ചതുകൊണ്ട് അവൾ കരഞ്ഞ് പട്ടിണി കിടന്നു. पेनिन्ना ने उसको काफी तंग किया, काफी बुरा भला बोला, इसलिए वो हमेशा रोया करती थी। ഇതായിരുന്നു ഇവിടെ കുടുംബാന്തരീക്ഷം. यही था उनके घर का एक वातावरण। എൽക്കാനയുടെ ഭാര്യ ഹന്ന, एल्काना की पत्नी हन्ना, മറ്റ് ഭാര്യയുടെ പേര് പെനീന, दूसरी पत्नी का नाम पेनिन्ना। ഇവർ നിരന്തരം ഷീലോവിൽ ആലയത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ മന്ദിരത്തിൽ ആരാധനയ്ക്ക് വേണ്ടി പോയിരുന്നു. ये लोग प्रतिवर्ष शीलो के पवित्र मंदिर में जाया करते थे और दान चढ़ाते थे। എന്നാൽ നാം വായിക്കുന്നു, വളരെ മനോവ്യസനത്തോടെ ആരാധനാലയത്തിലേക്ക് പോയിരുന്ന ഹന്നയാണ് നാം ഈ ഭാഗത്ത് വായിക്കുന്നത്. और हम इस पद में देखते हैं कि काफी मन से भरपूर हुई हन्ना परमेश्वर के मंदिर में बैठी है। ആരാധനാലയത്തിലേക്ക് മനോവ്യസനത്തോടെ പോയിരുന്നവൾ, आराधनालय में बड़ी ही दुख के साथ जाने वाली वो स्त्री हन्ना, മനോവ്യസനത്തോടെ, 10-ാം വാക്യം, മനോവ്യസനത്തോടെ അവൾ പോയി. मन में व्याकुल होकर वो स्त्री बैठी थी वहां पे। ആരാധനാലയത്തിലേക്ക് പോകുമ്പോഴെല്ലാം അവളുടെ ഉള്ളിൽ മനോവ്യസനത്താൽ അവൾ ഭാരപ്പെട്ടിരുന്നു. जब भी वो आराधनालय जाती थी तो उसके अंदर भावनात्मक वो दर्द होता था। വളരെ ദുഃഖത്തോടെ അവൾ കരഞ്ഞു. काफी दुख के साथ वो रोती थी। ആമേൻ. ഈ കരച്ചിൽ ഞങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ ഇസ്രായേലിനെ ഈ കരച്ചിൽ മാറ്റിമറിച്ചു. जैसे हमने पहले बोला था कि इसकी रोने की गिड़गिड़ाहट से इजराइल की किस्मत बदल गई। ഇസ്രായേലിന്റെ ചരിത്രം മാറി മറിഞ്ഞു. इजराइल का इतिहास बदल गया। ഇന്ന് രാവിലെ പ്രാർത്ഥനയോടെ ദൈവം പാരുന്ന വിശുദ്ധന്മാരെ, നമ്മുടെ പ്രാർത്ഥന വലിയ മാറ്റങ്ങൾ വരുത്തും. आज की सुबह परमेश्वर के साथ बैठने वालों, हमारी प्रार्थना कई सारी चीजों को बदलने वाली है। പ്രാർത്ഥനയാൽ സാധിക്കാത്ത ഒരു കാര്യവുമില്ല. प्रार्थना से कोई भी बात ना हो, ऐसा नहीं हो सकता। പ്രാർത്ഥിപ്പാൻ ദൈവം നമുക്ക് അനുവാദം നൽകി. प्रार्थना करने के लिए परमेश्वर ने हमको सामर्थ्य दिया। നാം പ്രാർത്ഥിക്കേണ്ടവരാ. हम प्रार्थना करने वाले हैं। കർത്താവ് പഠിപ്പിച്ചു, കർത്താവ് പ്രാർത്ഥിച്ചു, परमेश्वर ने सिखाया, परमेश्वर ने यीशु मसीह ने सिखाया, यीशु मसीह ने प्रार्थना भी किया। കർത്താവിന്റെ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചു, यीशु मसीह के शिष्य भी प्रार्थना किए। ലേഖനങ്ങളിൽ പ്രാർത്ഥിപ്പാനും വേണ്ടി നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നു. ऐसा लिखा है कि हम भी प्रार्थना करें। प्रार्थना ചരിത്രത്തെ മാറ്റിമറിക്കുന്നു. इतिहास को बदल देता है। ഹന്നയോട് ചോദിക്കാം, ഹന്നേ, നിന്റെ പ്രാർത്ഥന കൊണ്ട് എങ്ങനെയാ ചരിത്രം മാറി മറിഞ്ഞേ? हम हन्ना से पूछ सकते हैं कि हे हन्ना, तुम्हारी प्रार्थना के कारण क्या इतिहास में बदलावट आई? നമുക്കറിയാം, ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ, हम जानते हैं कि न्यायों के समय में ഇസ്രായേലിന്റെ ചരിത്രം വളരെ ദുർബലമായിരുന്നു. इजराइल का जो इतिहास था काफी दुर्बल और कमजोर था। അന്യജാതികൾ വന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്നു. अन्य जाति आके इजराइल पर हमला करते थे। और നമുക്കറിയാം, അവരുടെ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ വായിക്കുന്ന പുസ്തകമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം, ന്യായകിതാബ്. हम देखते हैं कि इजराइल पर काफी हमला और काफी बुरी परिस्थिति से गुजरने वाला एक अध्याय है, किताब है न्यायों की किताब। അവരുടെ ആത്മീയ നിലവാരം വളരെ ശുഷ്കിച്ച രീതിയിലായിരുന്നു, വളരെ ശോഷിച്ച രീതി. उनका आत्मिक का जो वातावरण था काफी शोषण के साथ था। നമുക്കറിയാം, എല്ലാ നിലവാരത്തിലും ഇസ്രായേലിന്റെ ആത്മീക മണ്ഡലം, അതുപോലെ ഒരു ഭൗതിക രീതിയിലെല്ലാം വലിയ ബലഹീനത ഉണ്ടായ സമയമായിരുന്നു ന്യായാധിപന്മാരുടെ പുസ്തകം, ആ കാലഘട്ടം. हम देखते हैं कि जब इजराइलियों का जो परिस्थिति था, काफी कमजोरी से और काफी दुर्घटनाओं से वो लोग गुजरे, वैसा किताब है न्यायों किताब। അങ്ങനെ വളരെ വിപരീതമായ രീതിയിൽ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അവർ സ്വന്തം നാട്ടിൽ കനാനിൽ പ്രവേശിച്ചെങ്കിലും അവർക്ക് വേണ്ടത്ര ബലമില്ലാതിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇവിടെ ഒരു സ്ത്രീ കരയുവാനായി മുമ്പോട്ട് വരുന്നത്. सब कुछ पाने के बाद, कनान देश में पहुंचने के बावजूद, उनके जीवन में वो सुख नहीं आने के बाद, इस एक स्त्री को हम देखते हैं जो अपने आंसू से रोती रोती प्रार्थना कर रही है। ഒരു സ്ത്രീ, അവൾ
അധികാരികളുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഭരണകാര്യങ്ങളിൽ അവൾക്ക് യാതൊരു അതെ ഉത്തരവാദിത്തങ്ങളും ഇല്ല എങ്കിലും അവളുടെ കരച്ചിൽ ഇസ്രായേലിനെ മാറ്റിമറിച്ചു. जो स्त्री थी वहां जो रो रही थी, उसका उसका शासन अधिकार से कोई भी संबंध नहीं था। इसके बावजूद उसकी एक प्रार्थना ने इजराइल के इतिहास को बदल डाला। പ്രാർത്ഥിക്കുന്ന ഹന്നമാർ ചരിത്രത്തെ മാറ്റിമറിക്കും. प्रार्थना करने वाली हन्नाएं लोग इतिहास को बदल देती हैं। ഇന്ന് രാവിലെ വളരെ ആത്മാവിൽ വളരെ സന്തോഷത്തോടെയാണ് ഈ വാക്യം ഞങ്ങൾ ഒരുമിച്ച് വായിക്കുന്നത്. आज की सुबह हम बड़े आनंद के साथ इस पद को पढ़ने जा रहे हैं। നമ്മെ എത്രയോ തവണ നാം പ്രാർത്ഥിച്ച അതെ പ്രാർത്ഥനാ റൂമിലെ ദൈവശക്തിയാണ് നമ്മെ ജയത്തോടെ നടത്തിയത്. कितने बार हम अपने प्रार्थना रूम में, अपने प्रार्थना भवन में प्रार्थना के साथ विजय प्राप्त कर चुके हैं। പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ കുടുംബത്തിന് അനുഗ്രഹമാണ്. प्रार्थना करने वाले माता पिता अपने परिवार के लिए आनंद का कारण है। പ്രാർത്ഥിക്കുന്ന മക്കൾ തലമുറയ്ക്ക് അല്ലെങ്കിൽ കുടുംബത്തിന് സഭയ്ക്ക് നന്മയാണ്. प्रार्थना करने वाले बच्चे उनके परिवार के लिए, उनके आने वाले जनरेशन के लिए और उनकी कलीसिया के लिए बड़े ही आनंद का कारण है। പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാർ ദൈവസഭയ്ക്ക് അനുഗ്രഹമാണ്. प्रार्थना करने वाले धर्मी परमेश्वर की सभा के लिए धर्मी है। പ്രാർത്ഥിക്കുന്ന അഭിഷിക്തന്മാർ ദേശത്തിന് വലിയ അനുഗ്രഹമാണ്. प्रार्थना करने वाले धर्मी मनुष्य देश के लिए काफी आनंद का कारण है। അതുകൊണ്ട് ഹന്നയെ പോലെ പ്രാർത്ഥിപ്പാനായി രാവിലെ ദൈവാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുന്നു. इसी तरह हन्ना की जैसे प्रार्थना करने के लिए प्रभु हमको आज बल दे रहा है। ഹന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദേവാലയത്തിലേക്ക് വരികയാ. हन्ना प्रार्थना करने के लिए भवन में आ रही है। അവളുടെ കുടുംബാന്തരീക്ഷം വളരെ മാനസികമായി ഞെരുക്കമുള്ളതാണ്. उसके परिवार का वातावरण काफी बुरा है, काफी गंदा है। അവളുടെ ശാരീരിക സ്ഥിതിയും നന്നായി പോകുന്ന രീതിയിലല്ലായിരുന്നു. उसकी शारीरिक स्थिति भी काफी मजबूती से नहीं थी। എന്നാൽ നമുക്കറിയാം ഈ വിപരീത പരിസ്ഥിതികളിൽ ഹന്ന മനോവ്യസനത്തോടെ വളരെ കരഞ്ഞു പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അവളുടെ ജീവിതത്തിൽ എല്ലാ ഏരിയയിലും വലിയ മാറ്റങ്ങൾ വരുത്തി. इसके बावजूद, ये परिस्थितियों के बावजूद हन्ना प्रभु के भवन में आके मन में व्याकुल होकर प्रार्थना करती है, जिसके कारण उसके जीवन के सारे मोड़ों पर उसकी बड़ी छुटकारा को उसने दिखाया। ആമേൻ. ശ്രദ്ധിക്കുക, വിശുദ്ധ വേദപുസ്തകത്തിൽ നിരവധി സ്ത്രീകളുടെ പരാമർശം നമുക്കറിയാൻ കൊടുത്തിട്ടുണ്ട്. हम देखते हैं इसी तरह काफी स्त्रियों के बारे में इस पुस्तक में लिखा है। ആമേൻ. കരയുന്നത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും, रोता हुआ पुरुष हो या स्त्री हो, ആമേൻ, ദൈവം തന്റെ കരം നീട്ടുമ്പോൾ परमेश्वर जब अपना हाथ बढ़ाता है, സ്ഥിതിഗതികൾ മാറി മറിയും. परिस्थितियां बदल जाती हैं। ആമേൻ. 1-ാം വാക്യം, उसके पहला अध्याय का 10वां वचन, അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. वह मन में व्याकुल होकर यहोवा से प्रार्थना करने और बिलख बिलख कर रोने लगी। ശ്രദ്ധിക്കുക, വാക്യം ശ്രദ്ധിക്കണമേ. മനോവ്യസനത്തോടെ, ध्यान से देखेंगे, मन में व्याकुल होकर, മനോവ്യസനത്തോടെ. मन में व्याकुल होकर। നമുക്കറിയാം, ചോദിച്ചാൽ ഒരാളോട് ഏത് വേദനയാണ് ഏറ്റവും വലിയ വേദന, മാനസികമായ വേദനയാണോ ശാരീരികമായിട്ട് വേദനയാണോ എന്ന് പഠിച്ചാൽ നമുക്കറിയാം, മാനസികമായ വേദനയാണ് ഏറ്റവും ആഴത്തിലുള്ള വേദന. हम अगर किसी से पूछ लें तुमको कौन सा दर्द ज्यादा पीड़ा देता है, मानसिक दर्द या शारीरिक दर्द, तो सब कहेंगे कि मानसिक दर्द ही ज्यादा पीड़ा देता है। മാനസിക വ്യഥ ജീവിതത്തെ തകർക്കുന്ന വേദനയാണ്. मानसिक जो दर्द होता है जिंदगी को बर्बाद करने वाला वो पीड़ा होता है। ആമേൻ. ഈ വേദനയിലും ദേവാലയത്തിൽ അഭയം പ്രാപിച്ച ദൈവദാസി ഹന്ന. इस दर्द से गुजरने वाली वो स्त्री उसके बावजूद प्रभु के भवन में बैठी है। ആമേൻ. ശ്രദ്ധിക്കുക, മനോവ്യസനം. हम ध्यान देंगे, मन में व्याकुल होकर, മനോവ്യസനം. मन में व्याकुल होकर, വളരെ മാനസികമായി പീഡിപ്പിക്കപ്പെട്ട സമയത്ത് അവൾ ആലയത്തിൽ അഭയം പ്രാപിക്കുന്നു. काफी अपने मानसिक रूप से तड़पती हुई स्त्री उसके बावजूद प्रभु के भवन में आती ഈ है। നാളുകളിൽ നാം പാർക്കുന്ന മേഖലകളിൽ, ദേശങ്ങളിൽ, സംസ്ഥാനങ്ങളിൽ നമ്മെ ഞെരുക്കുന്ന ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ നേരെ ആഞ്ഞടിക്കാറുണ്ട്. हमारे समाज में, हमारे घर में, हमारी जिंदगी में कई सारी बातें हमारी परिस्थिति को बदल देती हैं। വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ മാനസിക സമ്മർദ്ദങ്ങൾ, हमारे व्यक्तिगत जीवन में काफी मानसिक पड़ाव आते हैं। കുടുംബാന്തരീക്ഷത്തിലും മാനസിക സമ്മർദ്ദങ്ങൾ, पारिवारिक जीवन में काफी समस्याएं आते हैं। ദൈവാലയോട് ബന്ധത്തിൽ നോക്കിയാൽ ദൈവാസന്മാർ മാനസിക സമ്മർദ്ദത്തിൽ. प्रभु की सेवकाई में देखे तो प्रभु के दास लोग काफी बुरी स्थिति से गुजरते हैं। എന്നാൽ ചുറ്റുപാടും നിന്ന് വലിയ സമ്മർദ്ദം ഒരുമിച്ച് ജീവിതത്തിനെതിരെ ആഞ്ഞടിക്കുമ്പോൾ 1-ാം 10-ാം വാക്യം, ആത്മാവ് രാവിലെ ചിന്തിക്കാം, ആലയത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അഭയം പ്രാപിച്ച ദൈവദാസിയായ ഹന്ന. इसके बावजूद, इस सब परिस्थिति के बावजूद हम जब भी गुजरे तो पहला अध्याय का 10वां वचन पढ़ेंगे कि सारी परिस्थितियों से गुजरने के बावजूद वह परमेश्वर के मंदिर में बैठी है। ഇന്ന് രാവിലെ ഈ ആത്മാവിൽ നാം ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ ദൈവദാസിയെ നമ്മുടെ ഉള്ളിൽ
ദൈവാത്മാവ് വലിയ ഉറപ്പും ധൈര്യവും പകരട്ടെ. आज के दिन जब हम वचन पढ़ते हैं तो परमेश्वर का आत्मा आपको शक्ति बल सामर्थ्य से भरे. എന്റെ വേദനയാണ് ഏറ്റവും വലിയ വേദന, എനിക്ക് എവിടെ നിന്ന് ഉത്തരം ലഭിക്കുമെന്നോർത്ത് ആരെങ്കിലും ഭാരപ്പെടുന്നത് രാവിലെ വീണ്ടും ഈ ആത്മാവിൽ നാം ഈ ഒരുമിച്ച് വാക്യം ചിന്തിക്കാം. ഹന്ന പറയുന്നു, മനോവ്യസനമുള്ളപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ആമേ ദൈവം നമ്മുടെ പ്രാർത്ഥന നിശ്ചയമായി കേൾക്കും. जितने भी लोग अपने जीवन में परिस्थिति से गुजर रहे हैं वो इस बातों को ध्यान सुने कि हन्ना के जैसे बने, जो कि उसके परिस्थिति से गुजरने के बावजूद परमेश्वर के मंदिर में बैठी थी. ഹന്ന നമ്മോട് പറയുന്നു, എത്ര വലിയ മാനസിക പ്രയാസമുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. अन्ना हमसे कह रही है कि जितने भी मानसिक रूप से हम तड़पे हो, परमेश्वर के सम्मुख बैठे और प्रार्थना करें. നമുക്ക് ആലയത്തിൽ അഭയം പ്രാപിക്കാം. हम परमेश्वर के भवन में सामर्थ पाएंगे. ആമേ ജീവിതത്തിൽ നമുക്കറിയാം, ഹന്നയ്ക്ക് കരയുവാനുള്ള പ്രധാന കാരണം അവളുടെ ഗർഭം ദൈവം അടച്ചിരിക്കുന്നു എന്നുള്ളതാണ്. हम देखते हैं कि हन्ना के जीवन में जो सबसे बड़ी पीड़ा थी उसकी कोख बंद थी. ആമേൻ. അവളുടെ സഹോദരിയായ പെനീന അവളെ മാനസികമായിട്ട് ഞെരുക്കുന്നു. उसके साथ ही पेनिना उसके मानसिक रूप से काफी तड़पाती थी उसको. ആമേ സ്നേഹിക്കുന്ന ഭർത്താവ് ഉണ്ടായിരുന്നുവെങ്കിലും അവൾ മാനസികമായിട്ട് വളരെ വ്യാകുലപ്പെട്ടിരുന്നു. प्रेम करने वाला पति था, इसके बावजूद वो काफी मानसिक रूप से तनाव से होकर गुजरती थी. അവൾ കരഞ്ഞുകൊണ്ട് ആലയത്തിലേക്ക് പോകുന്നു. वो रोते हुए प्रभु के भवन में आती है. അവൾ ആലയത്തിൽ കരഞ്ഞുകൊണ്ട് സമയം ചെലവഴിക്കുന്നു. वो रोती हुई परमेश्वर के भवन में समय गुजारती है. ആമേ നമുക്കറിയാം, പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് ദൈവമക്കളെ. हम जानते हैं कि प्रार्थना का उत्तर होता है. മനോവ്യസനമുള്ളപ്പോൾ നമുക്ക് പ്രാർത്ഥിപ്പാനായി ദൈവാത്മാവ് ഇന്ന് രാവിലെ വാക്യത്തിലൂടെ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. मानसिक रूप से हम तनाव से गुजरे तो भी हमें प्रार्थना करना चाहिए. ये बातें परमेश्वर का आत्मा आज हमको बता रहा है. മാനസികമായ വേദന, मानसिक रूप से जो दर्द होता है, മനോവ്യസനം, भावनात्मक दर्द, ഈ വാക്യത്തിന്റെ മൂലഭാഷ എബ്രായ ഭാഷയിൽ ഞങ്ങൾ വായിച്ചു പഠിച്ചപ്പോൾ इस बातों को हम जब दूसरी भाषा इब्रानी भाषा में पढ़ा तो മനോവ്യസനം എന്ന വാക്കിന് എബ്രായ ഭാഷ കൊടുത്തിരിക്കുന്ന പദം മർ നഫേഷ് എന്നാണ്. भावनात्मक दर्द को हिब्रू में मरनफेश कहा जाता है. മർ നഫേഷ്, मरनफेश. നഫേഷ്, നഫേഷ്, മർ നഫേഷ്. ഇത് ബിറ്റർനെസ് ഓഫ് സോൾ, മാനസികമായ വേദന. हम इस शब्द का अर्थ होता है भावनात्मक दर्द. വളരെ സഹിപ്പാൻ കഴിയാത്ത മാനുഷിക ജീവിതത്തിന്റെ ഏറിയ വേദനയാണ് ഈ മർ നഫേഷ്. अपने जीवन का सबसे ही खतरनाक मोड़ पर जो पीड़ा होता है, जो दर्द होता है, उसे कहते हैं भावनात्मक दर्द या फिर मन का दर्द. ഈ വേദനകൾ കടന്നു പോകുമ്പോൾ ആളുകൾക്ക് അവരുടെ ബന്ധങ്ങളുമായി സംസാരിക്കുവാനോ അല്ലെങ്കിൽ അവളുടെ അകത്തെ വേദന തുറന്നു പറയുവാനോ കഴിയുന്ന ഒരു ഏരിയ അല്ല ഈ മർനഫേഷ് എന്നുള്ളത്. इस जो मरनफेश नाम का जो स्थिति परिस्थिति जीवन में आता है तो बंधु मित्र भाई सब भूल चाल कर कोई भी हमारा साथ ना देते हुए दिमाग में कुछ नहीं आता है. ഈ മർനഫേഷൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് ആഹാരം കഴിപ്പാൻ ശാരീരികമായ വിഷയങ്ങളിൽ അല്പം പോലും താല്പര്യം ഉണ്ടാകത്തില്ല. इस मरनफेश के परिस्थिति से गुजरने के वक्त खान पीन का कोई भी ध्यान नहीं रख पाते हैं. ഈ മർനഫേഷിലൂടെ കടന്നു പോകുന്നവർക്ക് ദൈവവുമായി ബന്ധപ്പെടുവാൻ അല്പം പോലും താല്പര്യം ഉണ്ടാകത്തില്ല. इस परिस्थिति से गुजरने के बाद परमेश्वर के सम्मुख बैठने का बिल्कुल मन नहीं करेगा. ഒരുപാട് ഇടങ്ങളിൽ വേദപുസ്തകത്തിൽ മർനഫേഷ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. कई बार पवित्र शास्त्र में मरनफेश नाम का शब्द उपयोग किया गया है. ഇന്ന് രാവിലെ ഈ വാക്യം വളരെ ശ്രദ്ധിക്കുക. മർനഫേഷിലൂടെ കടന്നു പോകുമ്പോഴും ഹന്ന ദേവാലയത്തിൽ അഭയം പ്രാപിക്കുന്നു. इस बात को ध्यान दे कि मरनफेश नाम की परिस्थितियों से गुजरने के बावजूद हन्ना परमेश्वर के मंदिर में रो रो कर प्रार्थना कर रही थी. നമ്മുടെ മധ്യേയും ഒരുപക്ഷേ ഈ മർനഫേഷ് എന്ന ആത്മീക അനുഭവത്തിൽ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ ആത്മാവിൽ നാം ഒരുമിച്ച് വിഷയം ചിന്തിക്കാം. ഹന്ന നമുക്ക് മുമ്പായി ആലയത്തിലേക്ക് പ്രവേശിച്ചു. अगर हम अपने जीवन में मरनफेश नाम की परिस्थिति से गुजरे तो एक बात को ध्यान रखें कि हन्ना भी हमारी तरह परिस्थिति से गुजरी थी, परंतु वो बिलक बिलक कर रोने लगी. ഈ വാക്യത്തിന്റെ നാം ഗ്രീക്ക് വാക്കിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, പുതിയ നിയമത്തിൽ ഈ വാക്കിന്റെ അതേ അർത്ഥമുള്ള വാക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. हम इस बात को अगर ग्रीक भाषा में देखें तो इसके नए नियम में कई बातों को बताया गया है. കാൽവരി ക്രൂശിലെ കർത്താവിന്റെ വിലാപ സമയത്ത് ഉപയോഗിക്കുന്ന വാക്ക് ഇതേ അർത്ഥത്തിലുള്ള വാക്കുകളാണ്. कलवरी क्रूस पर यीशु मसीह के जो शब्द उपयोग किए गए हैं वो इसी शब्द से जुड़े हुए हैं. ആമേൻ. നമ്മുടെ കർത്താവും മർനഫേഷിലൂടെ കടന്നുപോയി. हमारा यीशु मसीह भी मरनफेश नाम की परिस्थिति से गुजरा था. കർത്താവിന്റെ ശിഷ്യന്മാർ പലരും ഇതേ അനുഭവത്തിൽ പോയവരാണ്. परमेश्वर के चेले शिष्य इसी स्थिति से होकर गुजरे थे. മർനഫേഷ്. मरनफेश.
ജീവിതത്തിലെ വഴികളെല്ലാം അടയുന്ന പ്രത്യേക സമയങ്ങൾ, जिंदगी के सारे रास्ते बंद होने की स्थिति है, കൂടെ നിൽപ്പാൻ ആരുമില്ല എന്ന് തോന്നിക്കുന്ന മാനസിക സംഘർഷമുള്ള സമയമാണ് മരണഫേഷ്. साथ देने वाला कोई नहीं है, ये पहचानने वाला ये प्रतिकूल समय है, ये मरनफेश. ശരീരത്തോട് വെറുപ്പ് തോന്നുന്ന സമയങ്ങൾ, शरीर के साथ अलगाव होते हुए एक समय है. ആമേ ബന്ധങ്ങളുമായി ഇടപെടുവാൻ അല്പം പോലും താല്പര്യമില്ലാത്ത സമയമാണ് മരണഫേഷ് എന്ന മാനസിക സംഘർഷമുള്ള സമയം. बंधुओं से ना मिलजुल कर रहना, इस विचार से, इस परिस्थिति से गुजरने वाला एक समय है मरनफेश. എന്നാൽ ഈ മരണഫേഷ് എന്ന ആത്മീക ഈ മാനസിക സംഘർഷത്തിൽ ഹന്ന ദേവാലയത്തിൽ അഭയം തേടുന്നു. इस मरनफेश परिस्थिति से गुजरने के बाद भी हन्ना अपने आप को परमेश्वर के भवन में पाई जाती है. നിരാശയോടെ ഒരുപാട് പേർ തങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുന്ന മേഖലയാണ് മരണഫേഷ്. ऐसे कई सारे मोड़ होते हैं जिससे मरनफेश परिस्थितियों में कई सारे जीवन को अपने खत्म कर देते हैं. എന്നാൽ ദൈവദാസി ഹന്ന മരണഫേഷ് എന്ന ഈ മാനസിക സംഘർഷമുള്ള സമയത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവാലയത്തിലേക്ക് വരികയാ. इसके बावजूद हन्ना अपने मरनफेश परिस्थिति में यीशु मसीह परमेश्वर के भवन में रोती हुई प्रार्थना करती है. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെല്ലാം ഇത് അനുഭവത്തിൽ പോയിട്ടുണ്ടാകാം. हमारे जीवन में कई सारी परिस्थितियां ऐसी आई होंगी. എന്നാൽ ഇന്ന് രാത്രിയിൽ ഈ രാവിലെ സമയത്ത് ആത്മാവിൽ നാം ചിന്തിക്കാം, ഈ രാവിലെ സമയത്ത് മരണഫേഷിലും നമുക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു സ്വർഗമുണ്ട്. इस बात को हम ध्यान से सुनेंगे कि इस मरनफेश परिस्थिति के बावजूद, गुजरने के बावजूद परमेश्वर हमारे संग रहने वाला है. ആമേ നമ്മുടെ ശബ്ദം ഒരുപക്ഷെ നമുക്ക് അധരത്തിലൂടെ പുറപ്പെടുവിക്കുവാൻ നമുക്ക് താല്പര്യമില്ല പ്രാർത്ഥനാ വാചകങ്ങൾ. കാരണം ഹന്ന ആ വാക്ക് സാക്ഷ്യം പറയുന്നു, ഹന്നയുടെ അനുഭവം. जब हम कभी ऐसी परिस्थितियां आती हैं कि हमारे मुंह से भाषाएं, हमारे प्रार्थना करने का मन नहीं होता है, ये बातें हन्ना अपने विचारों में कहती है. നമുക്കറിയാം ഏലിക്ക് അതുകൊണ്ട് ഈ മരണഫേഷ് എന്ന അനുഭവത്തിലായതുകൊണ്ട് ഏലി പുരോഹിതന് ഹന്നയുടെ പ്രാർത്ഥനയുടെ രീതി മനസ്സിലായില്ല. एली एक याजक होने के बावजूद उसको हन्ना की परिस्थिति नहीं देख पाया. वो കണ്ണുകൾ മാത്രം നിറഞ്ഞൊഴുകുന്ന നദികൾ പോലെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാ. एक नदी के समान आंखों से आंसू बहते हुए वो देखता है. ആമേൻ. അവളുടെ അധരം ചലിക്കുന്നു, പക്ഷേ വാക്കുകൾ പുറത്തു വരുന്നില്ല. उसके होठ तो चल रहे हैं पर कोई भी शब्द बाहर नहीं आ रहे. അവളുടെ ചുറ്റുവട്ടങ്ങളിൽ ആരുമില്ലാതെ ഏകയായിട്ട് അവൾ ഇരിക്കുന്നു. उसके साथ कोई नहीं है, वो अकेली वहां बैठी थी. കാരണം എന്താ, മരണഫേഷ് എന്ന ആ മാനസിക വ്യഥയിലൂടെ കടന്നു പോകുകയാ. इसका कारण है कि मरनफेश नाम की परिस्थिति से वो गुजर रही थी. ആമേൻ. ഇന്ന് രാവിലെ ആത്മാവിൽ നമുക്ക് ഒരുമിച്ച് ഹന്നയുടെ അടുക്കലേക്ക് കടന്നു ചെല്ലാം. आज की सुबह आत्मा के साथ हन्ना के पास हम जाएंगे. ആമേ. ഹന്ന മരണഫേഷിലാണ്. हन्ना मरनफेश परिस्थिति में बैठी है. എന്നാൽ അവൾ ആമേ വിലപിക്കുകയാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. उसके बावजूद वो व्याकुल होकर परमेश्वर के सम्मुख प्रार्थना करती है. അവളുടെ ആത്മാവ് ദൈവവുമായി സംസാരിക്കുന്നു. उसका आत्मा परमेश्वर से बातें कर रहा है. മനസ്സിന്റെ കവാടം സ്വർഗത്തിന് വേണ്ടി തുറന്നു കൊടുത്തു. उसका मन के द्वार स्वर्ग के लिए खुला हुआ है. വായിക്കുന്നു, അവൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. हम पढ़ते हैं कि वह परमेश्वर से प्रार्थना करती है. അവൾ മനോവ്യസത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. वो मन में व्याकुल होकर परमेश्वर से प्रार्थना करने लगी. ആമേ. ശ്രദ്ധിക്കുക, വളരെ കരഞ്ഞു. हम ध्यान देंगे कि रोने लगी, बिलख बिलख कर. ആമേ. അവൾ വളരെ കരഞ്ഞു. बिलख बिलख कर रोने लगी. കാരണം അവൾ മരണഫേഷിലൂടെ കടന്നു പോവുകയാ. इसका कारण है कि वो मरनफेश नाम की परिस्थिति से गुजर रही എത്രയോ थी. ജീവിതത്തിന്റെ വഴിയിൽ ദൈവത്തിന്റെ ദാസനെ, ദൈവത്തിന്റെ ദാസിയെ നമ്മളും ഇതുപോലെ കടന്നു പോയിട്ടില്ലേ? कितनी बार हमारे जीवन में ऐसी परिस्थितियां आई हैं क्या? ആമേ. എന്നാൽ നമുക്കറിയാം, നമ്മെ വിടുവിച്ചൊരു ദൈവമുണ്ട്. हम जानते हैं कि इसको छुड़ाने वाला परमेश्वर हमारे साथ है. നമ്മളെ പുറത്തേക്ക് കൊണ്ടുവന്ന കർത്താവുണ്ട്. हमें बाहर निकालने वाला एक साथी है. ആമേ. കർത്താവ് നന്ദിയോടെ പറയാം, കർത്താവേ നീ എന്നെ വിടുവിച്ചതിനായി സ്തോത്രം. परमेश्वर को धन्यवाद देखते हैं. परमेश्वर हमें बाहर निकालने के लिए धन्यवाद. ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവന്നു. परमेश्वर हमें बाहर निकाला है. ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. परमेश्वर हमारे प्रार्थना को उत्तर दिया है. ആമേ. നാം തകർന്നു പോയില്ല. हम टूटे नहीं हैं. ആമേ. നമ്മൾ ജീവനോടെ ഇരിക്കുന്നത് हम जीवन के साथ बैठे हैं. ആമേ. ദൈവം നമ്മുടെ നിലവിളി കേട്ടത് കൊണ്ടല്ലേ? हमारी गिड़गिड़ाहट को यीशु मसीह सुना है. ആമേൻ. ഹല്ലേലൂയ. हालेलुया. വായിക്കുന്നു, അവൾ മനോവ്യസനത്തോടെ വളരെ കരഞ്ഞു. हम पढ़ते हैं कि वो मन में व्याकुल होकर प्रार्थना करने लगी. ഒന്ന് രണ്ട് വാക്യങ്ങൾ നമ്മൾ വേഗത്തിൽ വായിച്ച് മടങ്ങി വരും ഈ ഭാഗത്തേക്ക് തന്നെ. एक दो आयत पढ़ के हम वापस इस आयत में वापस आएंगे. സങ്കീർത്തനങ്ങളുടെ പുസ്തകം भजन संहिता 6-ാം അധ്യായത്തിന്റെ उसका 6वां अध्याय का 3-ാമത്തെ വാക്യം വായിക്കാം നമുക്കൊന്ന്. उसकी 3री आयत हम पढ़ना चाहेंगे. സങ്കീർത്തനങ്ങളുടെ പുസ്തകം भजन संहिता 6-ാം അധ്യായത്തിന്റെ उसका 6वां अध्याय का 3-ാം വാക്യം. 3रा आयत. मेरा प्राण भी बहुत खेदित है, पर तू हे यहोवा कब तक? എന്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു. ഇവിടെ കൊടുത്തിരിക്കുന്ന പദം മർണഫേഷ് എന്ന പദമാണ്.
इस पद में जो दिया गया है परिस्थिति वो है मरनफेश। ഇവിടെ വലിയൊരു മാനസിക സംഘർഷത്തിൽ ദാവീദായിരിക്കുകയാണ്. इस परिस्थिति में मानसिक तड़ाव से होकर गुजर रहा है दाऊद। നാം വായിക്കുന്ന യഹോവേ, ഒന്നാം വാക്യം, യഹോവേ നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ, നിന്റെ ക്രോധത്തിൽ എന്നെ ദണ്ഡിപ്പിക്കരുതേ. हम पढ़ते हैं इसकी पहली आयत में दाऊद कहता है, हे यहोवा तू मुझे अपने क्रोध में ना डांट और ना झुंझुलाहट में मुझे ताड़ना दे। വായിക്കുന്ന രണ്ടാം വാക്യം, യഹോവേ ഞാൻ തളർന്നിരിക്കുന്നു, हम पढ़ते हैं दूसरे आयत में, हे यहोवा मुझ पर अनुग्रह कर। എന്നോട് കരുണയുണ്ടാകണമേ, യഹോവേ എന്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു, എന്നെ സൗഖ്യമാക്കണമേ. क्योंकि मैं कुम्हला गया हूँ, मेरी हड्डियां में बेचैनी है। കണ്ടോ, ആമേ അസ്ഥികൾ പോലും ആമേ തകർന്നു പോകത്തക്കവണ്ണം എന്ന് പറഞ്ഞാൽ വളരെ മാനസികമായി തകരുന്ന ദാവീദ് ദൈവമുമ്പാകെ വിലപിക്കുന്ന വാക്യങ്ങളാണ് 6-ാം അധ്യായം സങ്കീർത്തനങ്ങൾ 1-ാം വാക്യം മുതൽ നമ്മൾ വായിച്ച വാക്യങ്ങൾ. इस परिस्थिति से गुजरने वाले हड्डियां बेचैनी में है, यानी कि काफी मानसिक तड़ाव से होकर गुजर रहा है। हम ये बातें देखते हैं 6 अध्याय का पहले से लेकर 4 तक। 4-ാം വാക്യത്തിൽ പാടുകയാണ്, യഹോവേ തിരിഞ്ഞെന്റെ പ്രാണനെ വിടുവിക്കണമേ. चौथी आयत में पढ़ते हैं, लौट आ हे यहोवा मेरे प्राण को बचा। കണ്ടോ, അപ്പോൾ ആമേ പ്രാണൻ പാതാളത്തിലേക്ക് പോകത്തക്ക വിധം ഞെരുക്കുന്ന മാനസിക സംഘർഷമാണ് മർണഫേഷ്. देखते हैं कि प्राण जाने का एक स्थिति, एक परिस्थिति है मरनफेश। താൻ വിലപിക്കുന്നു, ദാവീദ് ദൈവമുമ്പാകെ വിലപിക്കുകയാണ്. दाऊद परमेश्वर के सामने रो रहा है, എന്റെ പ്രാണൻ അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു. मेरा प्राण बहुत ही खेदित है। ആമേ വളരെ മാനസികമായ ഞെരുക്കത്തിൽ കരഞ്ഞ ദൈവത്തിനായിരുന്നു ദാവീദ്. काफी मानसिक रूप से तनाव से होकर गुजरने वाला एक पुरुष है दाऊद। ആമേ ഭാവനാത്മക ദർദ്, വളരെ മാനസികമായി വേദന അനുഭവിക്കുന്ന ദാവീദ്. एक भावनात्मक दर्द, मन का दर्द झेलने वाला एक पुरुष है दाऊद। ആമേൻ, വളരെ ഇമോഷണൽ പെയിൻ, ആമേ മാനസികമായി വളരെ ഞെരുങ്ങിയ ആമേ സമയത്ത് ദാവീദ് ദൈവത്തെങ്കിലേക്ക് നിലവിളിക്കുന്നു. एक मानसिक तड़ाव से होकर गुजरने वाला दाऊद परमेश्वर को दुहाई देता है। അസ്ഥികൾ തകരുന്ന വേദന, हड्डियों में बेचैनी वाली वो दर्द, ആമേ ജീവൻ പോകുമോ എന്ന് ഭയം തോന്നുന്ന മാനസിക സംഘർഷമുള്ള സമയം, प्राण निकल रहे हैं वो दर्द से गुजरने वाला वो समय। ആമേ രാജാവാണെങ്കിലും കൂടെ ആരുമില്ലാതെ ഏകനായി മരണത്തോട് മാനസിക സംഘർഷത്തിൽ താൻ ആമേൻ യുദ്ധം ചെയ്യുന്ന മാനസിക പ്രയാസങ്ങൾ. राजा होने के बावजूद वो अकेला है, अपनी मानसिक तड़ावों से, अपनी शारीरिक तड़ावों से गुजर रहा है। ആമേ എന്നാലും പറയുന്ന യഹോവേ എന്ന് നിലവിളിക്കുകയാ. उसके बावजूद वो कहता है, हे यहोवा मुझे चंगा कर। ആമേ ഇന്ന് രാവിലെ ആമേ കർത്താവിന് സ്വന്തം പറയാമോ, ഇപ്രകാരമുള്ള എത്രയോ മാനസിക സംഘർഷത്തിൽ ദൈവം നമ്മൾ വിടുവിച്ച കർത്താവിന് മുമ്പാകെയാണ് നാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നത്. हम धन्यवाद करें परमेश्वर का कि कितने बार हम अपनी परिस्थिति से गुजरे हैं और परमेश्वर हमको बाहर निकाला है। ആമേ നമ്മുടെ മാനസിക പ്രതിസന്ധിയിലും നമ്മളെ വിടുവിക്കുന്ന ഒരു കർത്താവുണ്ട്. आमीन। हमें मानसिक तड़ावों से बाहर निकालने वाला परमेश्वर हमारे साथ है। ഇയ്യോബിനോട് ചോദിച്ചാൽ ഇയ്യോബ് പറയും, ഇയ്യോബിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ വരുമ്പോൾ 6-ാം അധ്യായം 10-ാമത്തെ വാക്യം. अयूब से अगर हम पूछेंगे तो अयूब उसका 6वें अध्याय का 6वां वचन। ഇയ്യോബിന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യം. अयूब की किताब उसके 6वां अध्याय का 10वां वचन। നാം അവിടെ തന്റെ ഫിസിക്കൽ സഫറിങ്ങിനെ കുറിച്ച് വായിക്കുന്നു. हम उसके शारीरिक तड़ाव से गुजर रहा है, हम देखते हैं। തന്റെ ശാരീരിക വേദനയാൽ താൻ ഞെരുങ്ങുന്ന അനുഭവമാണ് 6-ാം അധ്യായത്തിൽ ഇയ്യോബിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത്. हम अयूब किताब में देखते हैं कि अयूब अपने शारीरिक रूप से काफी तनावों से गुजर रहा है। താൻ വായിക്കുന്നു, കനിവറ്റ വേദന എന്ന വാക്യമാണ് ഉപയോഗിച്ചിരിക്കുന്നത് 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. हम देखते हैं कि वो भारी पीड़ा में होकर गुजर रहा है। വായിക്കുന്നു, താൻ വലിയ വേദനയിലൂടെ കടന്നു പോകുന്നു എന്നുള്ള ഭാഗം നമുക്കറിയാം. ഈ പുസ്തക ചരിത്രമാണല്ലോ, നമുക്കറിയാമല്ലോ. हम देखते हैं कि भारी पीड़ा में वो उछल पड़ता है। इस अध्याय में हम पढ़ते हैं തന്റെ ശരീരത്തിന്റെ മാംസഭാഗങ്ങൾ അഴുകിപ്പോകുമ്പോഴും വേദനയാൽ താൻ നിലവിളിക്കുമ്പോഴും തന്റെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുകയാണ് ഇയ്യോബ്. उसकी शरीर के मांस पिघल जाने के बावजूद, वो दर्द में तड़पने के बावजूद अपनी आंखें परमेश्वर की ओर उठाता है। അപ്പോൾ നമ്മുടെ മാനസിക വേദനയിൽ പ്രാർത്ഥിക്കുവാൻ കഴിയും. हम जानते हैं कि मानसिक रूप से हम गुजरने के बाद जो हम प्रार्थना कर सकते हैं। നമ്മുടെ ശരീരം തകർന്നു പോകുമ്പോൾ, ശാരീരികമായ വേദന അനുഭവിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. हम शारीरिक रूप से टूट चुके हों तब भी हम प्रार्थना करने के लिए लायक हैं। റോമാലേഖനം 9-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ മറ്റൊരു വേദന വായിക്കുന്നുണ്ട്. റോമാലേഖനം 9-ാം അധ്യായം പൗലോസിന്റെ ഒരു വേദനയാണ്. ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 9 verse 2. हम रोमियो की किताब में देखते हैं कि पौलुस का वो दर्दनाक समय में വായിക്കുന്നു, ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു. റോമാലേഖനം
9-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല. हम देखते हैं रोमियो किताब उसके 9 अध्याय का पहला दूसरा वचन, मैं मसीह में सच कहता हूँ, मैं झूठ नहीं बोल रहा। എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവുമുണ്ട് कि मुझे बड़ा शोक है और मेरा मन सदा दुखता है എന്ന് എന്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. क्योंकि मैं यहाँ तक चाहता कि अपने भाइयों के लिए जो शरीर की भाव से मेरे कुटुंबी हैं स्वयं मसीह से शापित हो जाता। അവൻ വായിക്കുന്നു, തന്റെ ഹൃദയത്തിന്റെ നോവ്, हम देखते हैं कि उसके हृदय का वो दर्द, വലിയ ദുഃഖം. 2-ാം വാക്യം, हम देखते हैं उसका बड़ा शोक, വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവും. उसका बड़ा शोक और उसका मन सदा दुखता रहता है। ആമേൻ. ഹൃദയത്തിൽ ഇതും ഇതേ പദം നമ്മൾ ചിന്തിച്ചു വന്ന അതേ മർനഫേഷ് എന്നതിന്റെ ഗ്രീക്ക് പദമായ ഒഡുനെ എന്ന പദമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. हम देखते हैं कि जैसा हम शब्द सीखे थे मरनफेश, उसकी तरह हम दूसरा पढ़ते हैं ग्रीक वर्ड है ओडुने. ഒഡുനെ. ഒഡുനെ എന്ന വാക്കിന്റെ അർത്ഥം മർനഫേഷ് എന്ന എബ്രായ പദത്തിന്റെ ഗ്രീക്ക് പദമാണിത്. जो मरनफेश हम शब्द सीखे थे उसका ग्रीक ट्रांसलेशन है ओडीने. അപ്പോൾ ശ്രദ്ധിക്കുക, തന്റെ വലിയ ദുഃഖം, ഹൃദയത്തിന്റെ നോവ്, हम पढ़ते हैं उसका बड़ा शोक और उसके मन का दुख. തന്റെ സഹോദരന്മാർ, തന്റെ രക്ത മാംസം, തന്റെ പ്രിയപ്പെട്ടവർ യേശുവിന്റെ സ്നേഹത്തിലേക്ക് വരാതിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ യേശുവിന്റെ സ്നേഹത്തെ അറിഞ്ഞിട്ടും അവർ ന്യായപ്രമാണത്തിന്റെ ബന്ധനത്തിൽ അകപ്പെട്ടിരുന്നത് കൊണ്ട് തന്റെ ഹൃദയവേദന താൻ വ്യക്തമാക്കുക ഇവിടെ. उसके भाव, उसके भाई लोग जो मसीह में मजबूत थे, उसके बावजूद वो व्यवस्था के अधीन होने के कारण उसका मन बड़ा शोक से भरपूर है. വായിക്കുന്നു, ആമേ തന്റെ സ്നേഹിതന്മാരുടെ മാനസാന്തരമില്ലായ്മ നിമിത്തം പ്രാർത്ഥിക്കുന്ന കരയുന്ന പൗലോസ്. हम देखते हैं उसके भाइयों के लिए जो शरीर के भाव से कुटुंबी है वो रोता और विलाप करता है. ശ്രദ്ധിക്കുക, വലിയ ദുഃഖവും ഹൃദയത്തിന്റെ നോവും. हम ध्यान देंगे कि उसका बड़ा शोक और मन का दुख. ഇതുപോലെ എത്രയോ വിശുദ്ധന്മാരുടെ കരച്ചിലിന്റെ ശബ്ദം വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. इस तरह कई धर्मी लोगों की करकराहट हम इस पुस्तक में देख सकते हैं. വളരെ വേദനയോടെ കരഞ്ഞ അഭിഷിക്തന്മാർ, काफी दुख के साथ रोने वाले और प्रार्थना करने वाले प्रभु के दास. ദാവീദ് മാനസികമായി ഞെരുങ്ങി, ഭാവനാത്മക. दाऊद अपने मानसिक रूप से गुजर रहा था. ഇയ്യോബ് തന്റെ ഫിസിക്കൽ പെയിൻ, ശാരീരികമായ വേദന. अयूब अपनी शारीरिक पीड़ाओं से गुजर रहा था. പൗലോസ് തന്റെ സ്പിരിച്വൽ പെയിൻ, ആത്മീക വേദന. पौलुस अपनी आत्मिक दर्द से गुजर रहा था. അപ്പോൾ നമ്മൾ വായിച്ചതുപോലെ ഈ പറയപ്പെട്ട വേദനകളെല്ലാം ഉള്ളപ്പോഴും ഇവരെല്ലാം ദൈവത്തോട് വളരെ ചേർന്നിരുന്നവരാണ്. हम देखते हैं कि ये तीनों अपने बुरी परिस्थिति में गुजरने के बावजूद परमेश्वर से प्रार्थना किए हैं. അതുപോലെ ഇവിടെ ഒരു സ്ത്രീയുടെ ചിന്തയാണ് നാം ഒരുമിച്ച് ചിന്തിച്ചു വന്നത്. इसी तरह हम एक स्त्री के बारे में हम देखते आए हैं. ആമേൻ. അവൾ മർനഫേഷ് എന്ന വലിയ മാനസിക വേദനയിൽ പുറകപ്പെട്ടിരിക്കുകയാണ്. वो एक मरनफेश नाम की परिस्थिति से होकर गुजर रही है. വായിക്കുന്നു, യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. हम देखते हैं कि वो परमेश्वर से विलाप करती और रोती है. ആമേൻ. നമുക്ക് ശ്രദ്ധിക്കണമേ, അപ്പോൾ ഇപ്രകാരമുള്ള മാനസിക സംഘർഷത്തിൽ കടന്നു പോകുമ്പോൾ നമുക്ക് വേണ്ടി തുറക്കുന്ന ഒരു സ്വർഗമുണ്ട്. हम ध्यान देंगे कि इस परिस्थिति से गुजरने के बावजूद हमारे लिए स्वर्ग खोलने वाला एक परमेश्वर है. ഏകയായി ദേവാലയത്തിന്റെ ഒരു മൂലക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന ഹന്നയെ കണ്ടപ്പോൾ ഏലിക്ക് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായില്ല. ये अकेली बैठी हुई वो स्त्री हन्ना को परमेश्वर के सम्मुख रोते हुए उस एली को समझ में नहीं आया. വായിക്കുന്നു, അവൾ ആദ്യം ഹന്നയെ മനസ്സിലാക്കാതിരുന്നത് കൊണ്ട് വീഞ്ഞോ മദ്യമോ കുടിച്ചിരിക്കുന്നു എന്ന് താൻ ആരോപിക്കുന്നു. हम देखते हैं कि हन्ना को रोते देखकर एली को समझ में नहीं आया, इसलिए वो कहता है कि वो नशा करके बैठी है. 15-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, വേഴ്സ് 15. അതിന് ഹന്ന പറഞ്ഞത് അങ്ങനെയല്ല, യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ. हम उसके 15वीं आयत में पढ़ते हैं, हन्ना ने कहा, नहीं है मेरे प्रभु, मैं तो दुखिया हूँ. വായിക്കുന്നു, അവൾ സ്വതവേ പറയുന്ന വാക്യമാണ്, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ. उसने खुद अपने मुंह से कहा कि मैं एक दुखी स्त्री हूँ. ആമേ. ഞാൻ മരണഫേഷിലൂടെ കടന്നു പോകുന്നു. मैं मरनफेश नाम की परिस्थिति से होकर गुजर रही हूँ. ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ. मैं मन से व्याकुल होने वाली एक स्त्री हूँ. എന്നാൽ അവൾ അവിടെ നിന്ന് വിലപിക്കുകയാ.
इसके बाद वो अपनी वो विलाप कर रही है वहां बैठ के। ആമേൻ. നമ്മൾ എത്ര മാനസിക സംഘർഷത്തിലായിരുന്നാലും, हम कितने मानसिक तनाव से होकर गुजरे हैं, നാം എത്ര ശാരീരികമായ വേദന കടന്നു പോകുന്ന അനുഭവമാണെങ്കിലും, हम शारीरिक रूप से कितने भी दर्द से होकर गुजरे हैं, ആമേൻ, പൗലോസിനെ പോലെ സഹോദരങ്ങളെ ഓർത്തുകൊണ്ട് മാനസികമായി ഞെരുങ്ങുകയാണോ ആ സമയത്തും, अपने भाइयों की तरह अपने भाइयों के लिए विलाप करने वाला पौलुस की तरह हमारे जीवन में आए तो भी, ആമേൻ, ആ സമയത്ത് നമുക്ക് വേണ്ടി തുറക്കുന്ന ഒരു സ്വർഗമുണ്ട് ദൈവത്തിന്റെ പൈതലേ. हाँ, उस परिस्थिति में हमारे लिए स्वर्ग खोलने वाला एक परमेश्वर हमारे साथ है। ആമേൻ. പ്രാർത്ഥിച്ച് 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 ഹന്ന ആലയത്തിൽ എത്ര സമയം ഇരുന്ന് രേഖപ്പെടുത്തിയിട്ടില്ല, ദീർഘസമയം താൻ പ്രാർത്ഥിക്കുന്നു. प्रार्थना 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 करके हन्ना कितनी देर प्रभु के भवन में बैठी रही है हमें नहीं बताया गया है। അവസാനം നമുക്കറിയാം, ഏലി ഹന്നയെ ആശീർവദിക്കുന്നു. हम आखिरी में देखते हैं एली ने हन्ना को आशीर्वाद दिया, അവൾ സമാധാനത്തോടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. वो शांति के साथ अपने घर वापस गई। ആമേ, പ്രാർത്ഥന കഴിയുമ്പോൾ പിന്നെ മരണഫേഷ അനുഭവത്തിലല്ല, ഒരു ആത്മീയ നിലവാരത്തിന് പുതിയ നിലവാരത്തിൽ കടന്നു വരികയാണ്. प्रार्थना करने के बाद वो मरणफेश में नहीं बल्कि एक अनंत एक आत्मिक जीवन में जाती है, ആമേ, പുതിയൊരു ആത്മീക മണ്ഡലം. एक नई एक आत्मिक जिंदगी। ആമേൻ. വായിക്കുന്നു, അവിടേക്ക് പ്രവേശിക്കുമ്പോൾ वहां पे हम देखते हैं जब वो प्रवेश करती है പിന്നെ കരച്ചിലില്ല. फिर उसके बाद रोना नहीं ആമേൻ. है। നമുക്ക് വായിക്കുന്നു, പിന്നെ ചില ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി താൻ ഗർഭം ധരിച്ചിരിക്കുന്നു. हम पढ़ते हैं कि थोड़ी दिनों बाद वो जानती है कि वो गर्भवती है। ആമേൻ. ഹല്ലേലൂയ. हालेलुया। പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവം. प्रार्थना को उत्तर देने वाला एक परमेश्वर। ആമേൻ. നിലവിളിച്ച നിലവിളിയുടെ കണ്ണുനീർ സ്വർഗം കണ്ടു. बिलख बिलख कर रोने वाला वो स्त्री की की किराहट को परमेश्वर सुनता है। ഏലിക്ക് ആ ശബ്ദത്തിന്റെ ആഴങ്ങൾ മനസ്സിലാകാതിരുന്നു ആദ്യം. एली को उस प्रार्थना की गहराई समझ में नहीं आया। എന്നാൽ മരണഫേഷിലും പുറത്ത് ശബ്ദം വരുന്നില്ലെങ്കിലും അകത്തെ ഭാഷ അറിയുന്ന ഒരു കർത്താവാണ് നമുക്ക് വേണ്ടി സ്വർഗത്തിലുള്ളത്. मुंह से कोई बातें निकलेगी नहीं, उस मरणफेश परिस्थिति में आत्मा की बातों को जानने वाला परमेश्वर हमारे लिए स्वर्ग में बैठा है। ആമേൻ. ഏലിക്ക് ശബ്ദത്തിന്റെ ആമേൻ ആ പ്രാർത്ഥനയുടെ ശബ്ദം തിരിച്ചറിഞ്ഞില്ല. പക്ഷേ ആമേ തന്റെ അകത്തെ നിലവിളിയുടെ ആമേ ഭാഷ മനസ്സിലായ സ്വർഗം ഏലിയുടെ ആമേൻ മുമ്പിലേക്ക് കരയുന്ന ഹന്നയുടെ പ്രാർത്ഥനയെ ശ്രദ്ധിക്കുകയാ. आमेन। एली ने जब देखा हन्ना को वो अपने मुंह से कुछ बोल नहीं पा रही है तो उसकी आत्मा को जानने वाला परमेश्वर ने उसकी प्रार्थना को उत्तर दिया। ആമേൻ. നമുക്കറിയാം, വായിക്കുന്നു, 27ാമത്തെ വാക്യം പറഞ്ഞ് ഞങ്ങൾ വേഗം അവസാനിപ്പിക്കും. हम पढ़ते हैं उसकी 17वीं आयत को हम पढ़ के समाप्त करना चाहेंगे। ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. कुशल से चली जा। ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് കഴിച്ച അപേക്ഷ യഹോവയ്ക്ക് നൽകിയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. 27. हम देखते हैं कि उसका वह यही बालक है जिसके लिए मैं प्रार्थना करती थी। ആമേൻ. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. इस बालक के लिए मैं प्रार्थना करती थी। ഒരു അത്ഭുതകരമായ വാക്യം, ഏറ്റവും സന്തോഷം തരുന്ന വാക്യമാണ് 27ാമത്തെ വാക്യം. आनंद देने वाला एक आयत है 27वीं आयत। ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. यही बालक के लिए मैं प्रार्थना करती थी। പ്രാർത്ഥനയിൽ ഹന്ന മരണഫേഷിലായിരുന്നെങ്കിലും हन्ना मरणफेश नाम की परिस्थिति से होकर जाने के बावजूद തന്റെ ഉള്ളിലെ ദർശനമായിരുന്നു ശമൂവേൽ എന്ന ബാലൻ വേണ്ടിയുള്ള ദർശനം. उसके अंदर की आत्मा जो उसके दर्शन था कि शमूएल नामक बालक मेरे से उत्पन्न होगा। ഇസ്രായേലിന്റെ ചരിത്രം മാറ്റിമറിച്ച പ്രാർത്ഥനയാണ് 1-ാം അധ്യായം 10ാം വാക്യം. इजराइल के इतिहास को बदल डालने वाला एक आयत है 1 अध्याय का 10वां वचन। ഈ ന്യായാധിപന്മാരുടെ ബലഹീന സമയത്ത് നിന്ന് ശക്തരായ ഒരു ആത്മീക മണ്ഡലത്തിലേക്ക് നടത്തിയ ആമേൻ കാലഘട്ടമായിരുന്നു അതെ ശമൂവേലിന്റെ കാലഘട്ടം. न्यायियों के अधिकारियों की जो परिस्थिति अनुकूल थी उसको पलट देने के लिए शमूएल आया। इसके बाद को हम देखते हैं, നമുക്കറിയാം, ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് ഫലമായി ശമൂവേൽ ജനിക്കുന്നു. हम जानते हैं कि हन्ना की प्रार्थना का उत्तर है शमूएल। മുലകുടി മാറിയ ശേഷം തന്നെ ആമേ ആരാധനാലയം സമർപ്പിക്കുന്നു. दूध छुड़ाने के लिए वो छुड़ाने के बाद शमूएल को वो भवन में लेके आती है। ആമേ ഏലിയുടെ മുമ്പാകെ തന്നെ അർപ്പണം ചെയ്യുന്നു, അർപ്പിക്കുന്നു. एली के सामने वो उस बच्चे को अर्पण करती है। നമുക്കറിയാം, പിന്നീട് യഹോവയുടെ ശക്തമായ ഇടപെടൽ ശമൂവേൽ ഉണ്ടാകുന്നു. हम जानते हैं कि यहोवा की बड़ी सामर्थ शमूएल के ऊपर उंडेली जाती है। 40 വർഷം ഇസ്രായേലിനെ ആത്മാവിൽ നടത്തുവാൻ ദൈവം ശമൂവേലിനെ അനുവദിക്കുന്നു. 40 साल शमूएल ने इजराइल को आगे बढ़ाया। इस बात को हम जानते हैं इस पुस्तक में। താൻ ഒരു ന്യായാധിപനായിരുന്നു, वो एक न्यायी था, പ്രവാചകനായിരുന്നു, वो एक भविष्यवक्ता था। ദൈവത്തിന്റെ അഭിഷിക്തനായ ഇസ്രായേലിനെ 40 വർഷം നടത്തുവാൻ ദൈവം ഉപയോഗിച്ച ദൈവത്തിന്റെ പുരുഷനായിരുന്നു ശമൂവേൽ. उस इजराइल जाति को आगे बढ़ाने वाला एक धर्मी पुरुष था शमूएल। ശക്തരായ ശൗലിനെയും ദാവീദിനെയും കുടുംബത്തെയും അഭിഷേകം ചെയ്ത്
രാജസ്ഥാനത്താക്കിയ ദൈവവൃത്തനായിരുന്നു ശമൂവേൽ. बड़े बड़े राजाओं को, शाऊल को, दाऊद को अपने राजगद्दी पे बैठाने वाला एक पुरुष था शमूएल। ഇസ്രായേലിന്റെ ആത്മീക അധപ്പതനത്തിന് അവസാനം വരുത്തി ഒരു ആത്മീക ഉണർവിന് കാരണം വെച്ച ദൈവത്തിന്റെ മനുഷ്യനായിരുന്നു ശമൂവേൽ. इजराइल की बढ़ोतरी का एक महत्वपूर्ण कारण बन गया था शमूएल। ആമേൻ. അവരുടെ ഭൗതിക നന്മയെ കവർന്നെടുക്കുന്ന ശത്രുക്കളിൽ നിന്ന് ആ ഇസ്രായേലിനെ രക്ഷിച്ച ദൈവത്തിന്റെ ഭൃത്യൻ ശമൂവേൽ. उसकी भौतिक रूप से उसको बढ़ाने वाला शमूएल एक व्यक्ति था। ഇസ്രായേലിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ച ദൈവഭൃത്യനായിരുന്നു ശമൂവേൽ. इजराइल के इतिहास को बदल डालने वाला एक व्यक्ति था शमूएल। പ്രാർത്ഥിച്ച ഹന്നയുടെ മറുപടി, ആമേൻ, ദൈവത്തിന്റെ മനുഷ്യനായ ശമൂവേലിനെ ദൈവം ദാനമായി നൽകുകയാ. हन्ना की प्रार्थना को उत्तर देने वाला परमेश्वर ने हन्ना को शमूएल बालक को दिया। ആരാധനാലയത്തിന്റെ ഒരു മൂലക്കിരുന്ന് പ്രാർത്ഥിച്ച ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഇസ്രായേലിനെ ആമേൻ ചലിപ്പിക്കുവാൻ പരസ്യമായി ഉപയോഗിച്ച ദൈവത്തിന്റെ ഭൃത്യനായിരുന്നു शमूएल। एक प्रभु के मंदिर में कोने में अकेले बैठी हुई हन्ना का प्रार्थना का उत्तर शमूएल, जो कि इजराइल के इतिहास को बदल डालने वाला एक व्यक्ति था। ആമേ സദിക്കിയ ഇന്ന് കഴിക്കുന്ന രഹസ്യമായ പ്രാർത്ഥന ദൈവം പരസ്യമായി മറുപടി തരുവാൻ പോകുകയാ. हम जानते हैं कि आज के दिन जो गुप्त में प्रार्थना किए जाते हैं उसका परमेश्वर उत्तर बाहरी रूप से देगा। ഹന്നയ്ക്ക് കൂടെ ഇത് പ്രാർത്ഥിക്കുവാൻ ആരുമില്ലായിരുന്നു. हन्ना के साथ प्रार्थना करने वाला कोई नहीं था। അവൾ ഏകയായി പ്രാർത്ഥിക്കുന്നു. वो अकेली प्रार्थना कर रही थी। ആമേൻ. എന്നാൽ ഇസ്രായേലിന്റെ ആമേ ചരിത്രത്തെ പരസ്യമായി ആമേൻ ലോകത്തിന്റെ മധ്യ ഉയർത്തിയ ദൈവവൃത്തനായ ശമൂവേൽ ആ പ്രാർത്ഥനയിലൂടെ ജനിക്കുകയാ. हम जानते हैं कि इजराइल के इतिहास को बदल डालने वाला शमूएल इसकी प्रार्थना से उत्तर से उत्पन्न हुआ है। ആമേൻ. ഇന്ന് നാം എല്ലാം ആമേൻ പലരും രഹസ്യമായി പ്രാർത്ഥിക്കുന്നു, രഹസ്യമായി നാം ദൈവത്തെ ആരാധിക്കുന്നു. हम जानते हैं कि आज की दुनिया में हम कई बार रहस्य में एकांत में प्रार्थना करते और आराधना करते हैं। നമ്മുടെ വേദനകൾ ആരും അറിയുന്നില്ല. हमारी वेदना, हमारा दर्द कोई नहीं जानता। എന്നാൽ നാം പരസ്യമായി വെളിപ്പെടുന്ന ഒരു നാളുണ്ട്. इसके बावजूद हम बाहरी रूप से बाहर आने वाला एक समय आने वाला है। നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി പരസ്യമായി വെളിപ്പെടും. हमारे प्रार्थना को उत्तर बाहरी रूप से आने वाला है। ആമേൻ. നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി പരസ്യമായി വെളിപ്പെടുവാൻ പോകുന്നു. हमारे प्रार्थना को उत्तर जल्दी आने वाला है। യേശുവിനെ സ്തോത്രം പറയാമോ ഇന്ന് രാവിലെ? हाथों को उठाकर धन्यवाद करें। ആമേൻ. കർത്താവിന് സ്തോത്രം പറയാ. ദൈവമേ, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ആമേൻ പരസ്യമായി വെളിപ്പെടുവാൻ പോകുകയാ. परमेश्वर मेरे प्रार्थना को उत्तर बाहरी रूप से जल्द देने वाला है। പ്രാർത്ഥിച്ച ഹന്ന ബലഹീനയാണെങ്കിലും ആമേൻ പ്രാർത്ഥനയുടെ മറുപടി ശക്തമായി വെളിപ്പെടും. प्रार्थना करने वाली हन्ना भले शारीरिक रूप से कमजोर थी, लेकिन उसके प्रार्थना का उत्तर उससे भी शक्तिशाली था। ആമേൻ. നമ്മുടെ പ്രാർത്ഥനയുടെ ഉത്തരം പരസ്യമായി വെളിപ്പെടുവാൻ പോകുന്നു. हमारे प्रार्थना को उत्तर बाहरी रूप से जल्द ही आने वाला है। ഇന്ന് രാവിലെ ആത്മാവിൽ ആമേൻ ഹന്നയുടെ വേദനയെ കുറിച്ച് പഠിക്കുമ്പോൾ, आज की सुबह में जब हन्ना की परिस्थिति को हम जब पढ़ते हैं, ആമേൻ, ഞാനിങ്ങനെ ആത്മാവിൽ ചിന്തിച്ചപ്പോൾ എന്നെ ദൈവാത്മാ പഠിപ്പിച്ചൊരു ചിന്ത. जब मैं इस बातों को पढ़ रहा था तो परमेश्वर की आत्मा ने मुझे एक बात कही। ആമേൻ. പെനീന ഹന്നയെ ദുഃഖിപ്പിച്ചത് കൊണ്ടാ ആമേൻ ഹന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആലയത്തിലേക്ക് പ്രവേശിച്ചത്. पनीना ने जब हन्ना को परेशान किया, दुखित किया, उसको कुड़ाती रही, तभी जाके हन्ना मंदिर में जाके प्रार्थना करने लगी। അപ്പോൾ പെനീനമാരുടെ പല പെനീനമാരും ശമൂവേൽ വെളിപ്പെടുവാൻ കാരണമായി തീരും. हम जानते हैं कि कई सारी पेनिन्ना जैसी स्त्री शमूएल जैसे शक्तिशाली बालक को जन्म दे सकती हैं। പെനീനയെ ഓർത്ത് നാം ഭാരപ്പെടേണ്ട. पेनिन्ना को देख के हम कभी भी डरे ना। ശമൂവേൽ വെളിപ്പെടുവാൻ അത് കാരണമാകും. शमूएल को उत्पन्न करने वाला एक महत्वपूर्ण कारण बन सकती है वो। നമ്മെ ഇന്ന വ്യക്തി ഉപദ്രവിക്കുന്നു, ഞെരുക്കുന്നു, മാനസിക സമ്മർദ്ദത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. അവരെ ഓർത്ത് ഭാരപ്പെടാതെ ദൈവസന്നിധിയിൽ ഹൃദയം തുറക്കാമോ? പെനീന നിമിത്തം അല്ലെങ്കിൽ നമ്മെ ആ ഞെരുക്കുന്ന അവർ നിമിത്തം ഉണ്ടാകാൻ പോകുന്ന മറുപടി വലിയതായിരിക്കും. पेनिन्ना को देख के डरे ना। पेनिन्ना के एक इतिहास, पेनिन्ना के आगे जो होने वाला चीज को देख के हमारे जीवन में बहुत सारी बदलाव आ सकते हैं। പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശമൂവേൽ വെളിപ്പെടുവാൻ കാരണമായി തീരും. प्रतिकूल का उत्तर उस शमूएल जैसे बालक को जन्म दे सकता है। എൽക്കാന സ്നേഹിച്ചിരുന്നു ഹന്നയെ ആവോളം. एल्काना ने हन्ना को प्रेम रखने के बावजूद, വളരെ സ്നേഹിച്ചിരുന്നു.
എൽക്കാന. बहुत प्यार करता था एल्काना, എന്നാൽ പെനീന അവളെ മാനസികമായിട്ട് ഞെരുക്കിയത് കൊണ്ടാണ് ശമൂവേൽ വെളിപ്പെട്ടത്. इसके बाद पेनिन्ना ने उसको काफी चिढ़ाया, इसके बाद ही हन्ना ने शमूएल को जन्म दिया। ഈ ഞെരുക്കം നമ്മുടെ അവസാനമല്ല ദൈവത്തിന്റെ പൈതലേ. इस परिस्थिति को देखकर हमारा अंत नहीं है। നോർത്ത് ഇന്ത്യയിലെ നിവാസിമാരെല്ലാം വളരെ മാനസിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന കാലഘട്ടമായത്. हम जानते हैं कि नॉर्थ इंडिया के जितने पासवान है वो काफी परिस्थितियों से गुजर रहे हैं। നോർത്ത് ഇന്ത്യയിലെ വിശ്വാസികൾ വളരെ ഞെരുക്കത്തോടെ കടന്നു പോകുന്നു. हम जानते हैं कि नॉर्थ इंडिया के जितने भी विश्वासीगण हैं काफी बुरी परिस्थितियों पर गुजर रहे हैं। കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചിൽ ഒരു 3 സഹോദരിമാർ കടന്നു വന്നു. 3 സഹോദരിമാർ. पिछले दिनों में हमारी कलीसिया में 3 बहनें आई थी। 3 പേരും വർഷങ്ങളായിട്ട് കർത്താവിനെ അറിഞ്ഞവരാണ്. तीनों स्त्री परमेश्वर, तीनों बहन यीशु मसीह को काफी सालों से जानती हैं, പക്ഷേ അവർക്ക് ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമില്ല. लेकिन उनके आराधना करने के लिए उनको कोई सामर्थ्य नहीं है, സ്വാതന്ത്ര്യമില്ല. स्वतंत्रता नहीं है उनको। വർഷങ്ങളായിട്ട് 10-20 വർഷമായിട്ട് അവർ വീട്ടിൽ അടച്ച റൂമിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന 3 സഹോദരിമാർ. 10-15 सालों से वो 20 साल से एक कमरे में बैठकर वो 3 बहनें प्रार्थना कर रही थी। ഇപ്പോഴും വിശ്വാസത്തിൽ വളരെ ഉറപ്പുള്ളവരാ. आज भी वो विश्वास में काफी मजबूत और स्थिर है। അവർക്ക് പാസ്റ്റർമാരെ കാണുവാനോ പ്രാർത്ഥനയ്ക്ക് വരുവാനോ അനുമതിയില്ല. उन्हें प्रभु के दासों को और प्रार्थना में शामिल होने का कोई भी सामर्थ्य, कोई भी स्वतंत्रता नहीं है। കൂട്ടുവിശ്വാസികളുമായി കാണുവാൻ അവർക്ക് പെർമിഷൻ ഇല്ല. अपने साथी विश्वासियों से मिलने का उन्हें कोई भी परमिशन नहीं है। 20 വർഷമായിട്ട് ഇന്നും അവർ വിശ്വാസം നിൽക്കുകയാണ്. 20 सालों से वो अभी भी विश्वास में मजबूत और स्थिर हैं। ഇതുപോലെ എത്രയോ സഹോദരിമാർ സഹോദരങ്ങൾ മാനസികമായിട്ട് ഞെരുക്കം അനുഭവിക്കുന്ന നോർത്ത് ഇന്ത്യയിലും മറ്റുമാണ് നാം എല്ലാം ആയിരിക്കുന്നത്. इसी तरह काफी बहन और भाई इसी परिस्थिति से होकर गुजर रहे हैं। उसी स्थान में हम आज बैठे हैं नॉर्थ इंडिया में। ദൈവത്തിന്റെ പൈതലേ, ഹന്നയുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. प्रभु के दासों, इस हन्ना की प्रार्थना को उत्तर देने वाला एक परमेश्वर है। മാനസിക സമ്മർദ്ദ നിമിത്തം കതകടച്ച് അകത്തിരുന്ന് ആരും കാണാതെ കരയുന്ന ഈ കണ്ണുനീരുണ്ടല്ലോ, അതിന്റെ ഭാഷ തിരിച്ചറിയുന്ന ഒരു ദൈവമുണ്ട്. दरवाजे को बंद करके गुप्त में प्रार्थना करने वाला, वो प्रार्थना को देखकर परमेश्वर जल्द उत्तर देने वाला है। ആമേ, ഹന്നയെ നിനക്ക് പരസ്യമായി വെളിപ്പെടുവാനുള്ള സമയം വേഗത്തിൽ വരുവാൻ പോകുന്നു. हन्ना, तुम्हारा परस्पर जो तुम्हारा प्रार्थना का उत्तर बाहरी रूप से जल्द आने वाला है। വേഗത്തിൽ മറുപടി വരുവാൻ പോകുന്നു. जल्द ही तुम्हारा प्रार्थना का उत्तर आने वाला है। ശമൂവേൽ ജനിക്കും. शमूएल जन्म जरूर लेगा। ആമേ, നീ കരഞ്ഞ ഇടത്ത് ശമൂവേൽ വളരും. तुम जहाँ रोई थी वहीं पे शमूएल बढ़ेगा। അവിടെ വെച്ച് അവൻ ദർശനം കാണും. उसी स्थान पे वो शमूएल दर्शन पाएगा। കരയുന്ന മാതാപിതാക്കളെ, ആമേൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ ദർശനം കാണുന്ന കുഞ്ഞുങ്ങളായി വളരും. रोते हुए माता पिता, आपके बच्चे, आपके आने वाले बच्चे परमेश्वर के दर्शन को प्राप्त करने वाले हैं। ഹന്ന എവിടെ നിലവിളിച്ചുവോ അവിടെ തന്റെ ബാലൻ വളർന്നു. हन्ना जहाँ रोई थी वहीं पे उसका पुत्र शमूएल बड़ा था। അവിടെ വെച്ച് താൻ ആത്മീക അഭ്യാസം പ്രാപിച്ചു. वहीं बैठ के शमूएल ने अपनी आत्मिक रूप से दर्शन पाया। ഇസ്രായേലിനെ 40 വർഷം ആത്മാവിൽ നടത്തുവാൻ പ്രാപിച്ച അഭിഷേകം ആമേ ഹന്ന കരഞ്ഞിടത്ത് വെച്ചാണ് താൻ പ്രാപിച്ചത്. शमूएल ने 40 साल इजराइल को चलाया। उस सामर्थ्य को पाने वाली वो जगह थी जहाँ पे उसकी माता हन्ना रोती थी। മരണഫേഷിരുന്ന് ആമേൻ ഹന്ന പ്രാർത്ഥിച്ചു. मरणफेश नाम की स्थिति से होने के बावजूद वो हन्ना प्रार्थना की। എന്നാൽ ഹന്നയുടെ മകനായ ശമൂവേൽ അഭിഷേക നിറവിൽ അതേ സ്ഥാനത്ത് താൻ ആമേൻ ദേശത്തെ ഭരിക്കുകയായിരുന്നു. इसके बाद हन्ना का वो पुत्र शमूएल उसी इजराइल को आगे बढ़ाने वाला एक व्यक्ति होने पाया। ഇന്ന് രാവിലെ ഞങ്ങളുടെ സമയം അവസാനിച്ചെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. आज के दिन हमारा समय खत्म होने वाला, हम जानते हैं। ആമേൻ, ആമേൻ. അതുകൊണ്ട് ദൈവം വാക്കൊക്കെ പ്രാർത്ഥിക്കാമോ? ദൈവമേ, ആമേൻ, ശമൂവേൽ എഴുന്നേൽക്കട്ടെ. इसलिए हम प्रार्थना करेंगे कि हे परमेश्वर, शमूएल जैसे व्यक्ति उठने पाए। ആമേൻ. മരണഫേഷത്തിനെ ഒതുക്കുവാൻ ആമേൻ ലോകത്തെ ഒരു ശക്തിക്കും സാധ്യമല്ല. मरणफेश नाम की स्थिति हमारे जीवन को अंत कर पाए, ऐसी कोई
स्थिति हमारी दुनिया में नहीं है। നീ പുറത്തു വരും, तुम बाहर जरूर നീ आओगे, പുറത്തു വരും. तुम बाहर जरूर आओगे। ശമൂവേൽ പുറത്തു വരും. शमूएल बाहर आएगा, ആമേൻ. ശമൂവേൽ ഇസ്രായേലിനെ ഭരിക്കും. शमूएल इज़राइल को बढ़ाएगा, ഇസ്രായേലിനെ ദീർഘവർഷങ്ങൾ ആത്മാവിൽ വന്ന് നടത്തും. इज़राइल को दीर्घ वर्ष तक वो बढ़ाता रहेगा। ആമേൻ. അവൻ ശൗലിനെ അഭിഷേകം ചെയ്യും. वो शाऊल को अभिषेक देगा, ദാവീദിന്റെ ഗൃഹത്തെ അഭിഷേകം ചെയ്യും. वो दाऊद के ग्रह को, दाऊद के साथियों को आशीष देगा। ഇസ്രായേലിന്റെ ചരിത്രം മാറി മറിയും. इज़राइल का इतिहास बदल जाएगा। ആമേൻ. ദൈവദാസിയായ ഹന്ന ദേവാലയത്തിൽ हन्ना जैसी स्त्री परमेश्वर के भवन में ആമേൻ അവൾ കരയുകയാണ്. वो रो रही थी, അവൾ കരയുന്നു. वो रो रही है। അവളെ തിരിച്ചറിയാത്തവർ കൂടെയുണ്ട്, ശരിയാ, പക്ഷെ അവളുടെ ശബ്ദം സ്വർഗം തിരിച്ചറിയുന്നു. उसके जानने वाले उसके साथ है, इसके बाद वो स्वर्ग में उसकी प्रार्थना सुनी जाती ആമേൻ. है। പെനീനെ അവളെ ഉപദ്രവിക്കുന്നു. पनीना उसको काफी तंग करती है, എന്നാലും ഹന്ന പ്രാർത്ഥിക്കുന്നു. इसके बावजूद हन्ना प्रार्थना करती है। സ്വർഗം ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നു. स्वर्ग हन्ना की प्रार्थना को उत्तर ഈ देता है। ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. इस बालक के लिए मैं प्रार्थना कर ആ रही ബാലനെ ദൈവമുമ്പാകെ അർപ്പിക്കുന്നു. हूँ। उस बालक को परमेश्वर के सामने अर्पण ആ करती है। ബാലൻ ഇസ്രായേലിൽ ഒരുപാട് അഭിഷക്തന്മാരെ എഴുന്നേൽപ്പിക്കുന്നു. वो बालक इज़राइल में कई सारा अभिषेक को खड़ा करता ആത്മാവിൽ है। ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. आत्मा में इस बातों को कहकर हम खत्म करेंगे। ആമേൻ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന സ്വർഗമുണ്ട്. हमारे प्रार्थना को उत्तर देने वाला एक स्वर्ग हमारे साथ है। മരണഫേഷ് അവസാനിക്കും. मरण फेश खत्म हो जाएगा, അഭിഷക്തന്മാർ എഴുന്നേൽക്കും. अभिषेक जन बढ़ेंगे। എണ്ണിയാൽ തീരാത്ത അഭിഷക്തന്മാർ. अनगिनत संख्या में बढ़ने वाले अभिषिक्त पुरुष। ആമേൻ. നമ്മുടെ ശുശ്രൂഷയുടെ സമയം ആമേൻ നിശ്ചയമായി വെളിപ്പെടുവാൻ പോകുന്നു. हमारे सेवकाई का समय निश्चित रूप से बढ़ने पाएगा। ആമേൻ. ശമൂവേലിന്റെ മാതാവായി ഹന്ന അറിയപ്പെടും. शमूएल की माता के नाम से हन्ना जानी जाएगी। ആമേൻ. അവൾ കരച്ചിലിന്റെ കാലഘട്ടം അവസാനിക്കാൻ പോകുന്നു. उसके रोने की वो समय गुजर गया है। അവളെ ഇസ്രായേൽ അറിയാതിരുന്ന കാലഘട്ടം അവസാനിക്കുന്നു. उसका इज़राइल अनजाने में था, ये समय चला गया है। ആമേൻ. ഇതാ ശമൂവേൽ പുറത്തേക്ക് വരുന്നു. ये देखो शमूएल बाहर आ रहा है। ആമേൻ. ലോകത്തിന്റെ ചരിത്രം മാറ്റിമറിച്ച പ്രാർത്ഥനയാണ് ഹന്നയുടെ പ്രാർത്ഥന. इज़राइल के इतिहास को बदल डालने वाला प्रार्थना है हन्ना की മാനസിക प्रार्थना। സമ്മർദ്ദത്തിൽ പ്രാർത്ഥിക്കുന്നു, അഭിഷിക്തന്മാർ ജനിക്കുന്നു. मानसिक रूप से प्रार्थना करेंगे तो अभिषिक्त रूह लोग जन्म लेंगे। ഇന്ന് രാവിലെ ആത്മാവിൽ ഈ വിഷയം നമുക്ക് നമ്മുടെ ഉള്ളിൽ ഈ വചനം നിശ്ചയമായി നമുക്ക് സ്റ്റോർ ചെയ്യാം. आज के दिन इस आत्मा के साथ इस वचन को अपने दिमाग में बैठा ले। ആമേ. മരണഫേഷ് എന്റെ അവസാനമല്ല. मरण फेश नाम की स्थिति मेरा अंत नहीं है। ആമേ. ഞാൻ പുറത്തു വരും. मैं बाहर जरूर आऊंगा। ഞാൻ ശമൂവേലിന്റെ മടിയിൽ ഞാൻ വളർത്തും. मैं शमूएल को अपनी गोद में पालूंगा। ആമേ. ഞാൻ എന്റെ കരം കൊണ്ട് ശമൂവേലിനെ ആലയത്തിൽ അർപ്പിക്കും. मैं अपने हाथों से शमूएल को भवन में अर्पण करूंगा। ഹല്ലേലൂയ. हालेलुया। എല്ലാവർക്കും പറയാമോ? ആമേ. നിശ്ചയമായും മറുപടി വെളിപ്പെടുവാൻ പോകുന്നു. सब लोग कह सकते हैं कि निश्चित रूप से मेरी प्रार्थना को उत्तर आने वाला ആമേ. है। ശമൂവേൽ വെളിപ്പെടുവാൻ പോകുന്നു. शमूएल बाहर आने वाला है। ഇസ്രായേലിന്റെ ഈ മോശപ്പെട്ട സ്ഥിതി അവസാനിക്കുന്നു. इज़राइल का ये परिस्थिति बदलने वाला है। ആമേ. ദർശനമില്ലാത്ത കാലഘട്ടം അവസാനിക്കുന്നു. दर्शन न होने का काल बीतने वाला है। ആമേ. ദർശനമുള്ള അഭിഷിക്തന്മാർ ജനിപ്പാൻ പോകുന്നു. उस दर्शन से अभिषिक्त लोग उत्पन्न होने वाले हैं। പ്രാർത്ഥന റൂം. ആമേൻ. ഓ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന അഭിഷിക്തന്മാർ ജനിക്കുന്ന റൂമാ. प्रार्थना भवन एक आत्मिक लोगों का जन्म का स्थान बदल जाएगा। വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. नई नई आश्चर्य कर्म होने वाले ആത്മാവിൽ हैं। ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. आत्मा से ये बात कह के खत्म करूंगा। ആമേ. ശമൂവേൽമാർ ഉത്തർപ്രദേശ് ജനിക്കും. शमूएल जैसे पुरुष उत्तर प्रदेश में पाए जाएंगे। ശമൂവേൽ പോലുള്ള അഭിഷിക്തന്മാർ മഹാരാഷ്ട്രയിൽ ജനിക്കും. शमूएल जैसे व्यक्ति महाराष्ट्र में उत्पन्न होंगे। ആമേൻ. ബോംബെയിൽ അഭിഷിക്തന്മാർ ജനിക്കും. बॉम्बे में अभिषिक्त लोग उत्पन्न होंगे। വലിയ ആത്മിക മാറ്റങ്ങൾ ഉണ്ടാകും. काफी आत्मिक बदलाव आएंगे। ദർശനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരും. दर्शन पाने वाले की संख्या बढ़ेगी। ആമേൻ. നിശ്ചയമായും നാം ജീവിച്ചിരുന്ന കാലഘട്ടം നാം അത് കാണും. हम निश्चित रूप से हम जब तक जीवित हैं वो सब बातों को हम देखेंगे। ആമേൻ. നമ്മുടെ ഈ വർത്തമാന യുഗത്തിൽ നാം അത് നിശ്ചയമായും കാണും. हम अपने वर्तमान युग में जरूर ये बातों को देखेंगे। ഇസ്രായേലിന്റെ സ്ഥിതി മാറുവാൻ പോകുന്നു. इज़राइल की परिस्थिति बदलने वाली है। ആമേൻ. ശക്തന്മാർ മുമ്പോട്ട് കടന്നു വരുന്നു. शक्तिशाली लोग आगे बढ़ेंगे। പ്രാർത്ഥിക്കുന്ന ഹന്നയെ പ്രാർത്ഥനയുടെ മറുപടി ആമേൻ വേഗത്തിൽ സംഭവിക്കും. हन्ना जैसे प्रार्थना करने वाले स्त्रियों का प्रार्थना को उत्तर जल्द आने वाला है। ശക്തമായി പ്രാർത്ഥിക്കാം. शक्ति के साथ प्रार्थना करेंगे। സ്വർഗത്തിലേക്ക് നോക്കാം. स्वर्ग की ओर अपनी आंखें को उठाएंगे। മരണഫേഷ് അവസാനിക്കട്ടെ. मरण फेश खत्म होने पाए। ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കട്ടെ. आत्मा में प्रार्थना करने वालों की गिनती बढ़ने पाए। ദൈവത്തിന്റെ പൈതലേ, നീ ശമൂവേലിന്റെ പിതാവ്, ശമൂവേലിന്റെ മാതാവ് എന്ന പേരിൽ അറിയപ്പെടും. तो परमेश्वर के भाइयों बहनों, आप शमूएल की माता और पिता के नाम से जाने जाएंगे। ശമൂവേലിന്റെ മാതാവും പിതാവുമായി നീ മാറുവാൻ പോകുന്നു. शमूएल की माता और पिता नाम से आप जाने जाने वाले ഞാൻ हैं। അങ്ങനെ വിശ്വസിക്കുന്നു.
हम ऐसा विश्वास करते ഞാൻ हैं, അങ്ങനെ വിശ്വസിക്കുന്നു. मैं ऐसा विश्वास करता അത് हूँ, സംഭവിക്കും, ऐसा जरूर അത് होगा, സംഭവിക്കും. ऐसा जरूर होगा। പ്രിയ പിതാവേ, അത് സംഭവിക്കും. हे पिता, ऐसा जरूर പ്രിയ होगा। മാതാവേ, അത് സംഭവിക്കും. हे माता, ऐसा जरूर പ്രിയ होगा। സഹോദരി, അത് സംഭവിക്കും. हे बहन, ऐसा आपकी जीवन जरूर होगा। കരയാം, പ്രാർത്ഥിക്കാം, ദൈവം നമ്മെ സഹായിക്കട്ടെ. रोएंगे, विलाप करेंगे, ऐसा परमेश्वर हमारे जीवन में जरूर करेगा। God bless you all. प्रभु आप सबको आशीष दे। Amen. आमीन।